നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വാഗമൺ ഉളുപ്പുണി ട്രിപ്പ് ഇവിടെ തീരുകയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഉളുപ്പുണി ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുന്നേ ഇട്ട എപ്പിസോഡിൽ ഞാൻ അതാണ് ലാസ്റ്റ് എപ്പിസോഡ് എന്നാണ് പറഞ്ഞത്. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഒറ്റൊരു എപ്പിസോഡും കൂടി ഉണ്ട്. ഇതാണ് ലാസ്റ്റ് എപ്പിസോഡ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ തെറ്റുകളും കുറവുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും പിന്നെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനും കാണിക്കുക. ശരി, നല്ല അടിപൊളിയൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ മൂലമറ്റം കൂടി ഉളുപ്പുണിക്ക് പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് തന്നെ ഒരു വനത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ്. വനമെന്ന് പറയുമ്പം അതിഭയങ്കരമായിട്ടുള്ള വനമൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്നാൽ പോലും നല്ല പ്രകൃതി ഭംഗിയും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ 4-5 വണ്ടികളും ഉണ്ടല്ലോ. അപ്പം അത്യാവശ്യം നല്ല ഇഷ്ടംമാതിരി കൂട്ടുകാരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മിണ്ടിയും പറഞ്ഞുമൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ട്രിപ്പാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ പ്രദേശത്തോ എവിടെയെങ്കിലും നല്ല അടിപൊളി ഓഫ് റോഡ്, റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ഓഫ് റോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഓഫ് റോഡുകളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് നമുക്ക് വീഡിയോ എടുക്കാം. നല്ല അടിപൊളിയായിട്ട് നിങ്ങളും കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് വീഡിയോ എടുത്തേക്കാം കേട്ടോ. അടിച്ച് പൊളിച്ചേക്കാന്നേ. കാറ്റ് നീ ബാക്കി നോക്കാം, ഞാൻ ഇറക്കാം. പവർ സ്റ്റിയറിംഗ് ആണോണ്ടേ. ഇങ്ങോട്ട് ഓടിക്കണം. കുറച്ചുകൂടെ ഓടിച്ചേ. ഓടിച്ചേ.
നേരെ പിടിച്ചേ. സൈഡിലോട്ട് പോകാൻ ആ മതി മതി. നേരെ വാ. കേറി വാ. ഇത്രേ കാര്യമുള്ളത്. നെറ്റിലുണ്ട് ഇതല്ലേ? ഞങ്ങളെ യൂട്യൂബിനകത്തുണ്ട്. ഞങ്ങളെ യൂട്യൂബിനകത്തുണ്ട് ഇതല്ലേ? നെറ്റ് സാധാരണക്കാരന് കിട്ടുള്ളൂ. യൂട്യൂബിൽ മാത്രം പോരാ. മറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്റെ പേര് കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കണം. ഞാനിവിടെയുള്ള ഞാൻ പുള്ളിക്കാരനാണ്. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്. ഈ ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് 5 കൊല്ലം നമ്മുടെ കേരളത്തിൽ മോശാവസ്ഥയെക്കുറിച്ചല്ല. ഇത് വഴി തുറന്ന് കിട്ടണം. ഇത് കുമ്പളി റൂട്ടായിട്ട് തുറന്ന് കിട്ടണ വഴി ആവശ്യമാണ്. ഞാൻ ഇതിൻ്റെ മുന്നിൽ വഴി തുറന്ന് കിട്ടണം. കുമ്പളിക്കുള്ള വഴിയല്ലേ? കുമ്പളിക്കുള്ള ഷോർട്ട് വഴിയാണ്. ഈ വഴി എങ്ങനെയാണെങ്കിൽ നന്നാവും. ഈ 5 കൊല്ലത്തിനുള്ളിൽ എന്നാണ് വണ്ടി കാണാൻ പറഞ്ഞാൽ ഇത് ഞങ്ങൾ ജനങ്ങൾ തീർക്കും. അപ്പോൾ അതൊന്നും കൊടുത്ത് എങ്ങനെയായിട്ട് കൊടുത്ത് ധൈര്യമായിട്ട് കൊടുക്കും. ഏതായാലും ജില്ലാ പഞ്ചായത്തിലാണ് നമ്മൾ കൊടുക്കാം. ഞങ്ങൾ പറഞ്ഞോളാം ഇടയ്ക്ക് സംസാരിക്കും. അത് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡും കാര്യങ്ങളുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓഫ് റോഡ് കയറി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ളൊരു നാട്ടുകാരൻ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് സങ്കടങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയുകയായിരുന്നു, ഇത് വർഷങ്ങളായിട്ട് ആ റോഡ് വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അത് കുമ്മളിക്കുള്ള ഒരു ഷോർട്ട് റോഡാണ്. അപ്പോൾ ആ റോഡ് തുറന്ന് കിട്ടണം എന്നാണ് അവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ ആവശ്യം. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് നിങ്ങളെ ചാനലിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെയായാലും ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ സാധാരണക്കാരായതുകൊണ്ട് ഇത് എത്രത്തോളം ഉന്നതങ്ങളിൽ ചെല്ലും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ചേട്ടാ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യം ഞാനത് യൂട്യൂബിൽ പറഞ്ഞു. എന്നാലും ആ ചേട്ടനെ വർത്തമാനം കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. ഷോർട്ട് വഴിയാണ് കേട്ടോ. കയറ്റം പിടിക്കാനേ മടുപ്പല്ലേ? അത് കർമ്മ വെച്ചിട്ടല്ലേ അത് അല്ലേ?
പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തിയത് ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി കുളമാവ് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. അത് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കാണുന്നതാണ് കേട്ടോ. നേരെ പിടിച്ചത് തന്നെ മഴ വീഴുന്നു. നമ്മൾ കുറച്ച് മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഉയർന്ന പ്രദേശം കണ്ടു. വലിയ മൊട്ടക്കുന്ന് പോലെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല, ചെറിയൊരു ഉയർന്ന പ്രദേശം. അപ്പോൾ അവിടെ എന്തായാലും കുറച്ച് നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും താഴെ റോഡിൽ കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് വെട്ടിയ ഒരു റോഡ് കണ്ടു. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് കേട്ടോ. അല്ല അതെ. നമ്മൾ വണ്ടി ആ നിർത്തിയിട്ട പ്രദേശത്ത് നിന്ന് മേളിലോട്ട്, അതായത് ആ വണ്ടി നിർത്തിയിട്ട ആ ഭാഗത്ത് നിന്ന് പിന്നെ മേളിലോട്ട് കാണുന്നത് നല്ല അടിപൊളി കുന്നും പ്രദേശമാണ് കേട്ടോ. അതായത് പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരാളുടെ തലയ്ക്കൊപ്പം, അതായത് കഴുത്തിൻ്റെ ആ ഒരു ലെവൽ വരെ പുല്ലുണ്ട്. നമ്മൾ വീഡിയോയ്ക്ക് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്തായാലും വണ്ടി അങ്ങോട്ടൊന്ന് കയറ്റി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് മേളിലോട്ട് കൊണ്ടുപോകുവാണ് കേട്ടോ. കുറച്ച് പുറകോട്ട് പിടിച്ചോ, നീ മുന്നോട്ട് നടന്നാൽ മതി. വലിച്ചാൽ
ഇവിടെ നിന്നേ അല്ല മുയലിന്റെ മേത്ത് കയറ്റിയല്ലോ ആ അതാ ഇങ്ങോട്ട് നോക്ക് മനുഷ്യ നോക്കിയിട്ട് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സത്യം പറഞ്ഞ ഇതാ സെറ്റപ്പ് കേട്ടോ അല്ലേ. ഒന്ന് പൊറോട്ട എടുത്തോ ഡാഡി, ഒന്ന് പൊറോട്ട എടുത്തോ. പോര് പോര് ഡാഡിയെ പോര്. ഇത് എവിടെ ഇരുന്നോട്രാ. നമ്മളിതേ അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. ഞാൻ പറയില്ല, വണ്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പം വണ്ടി അങ്ങോട്ട് കയറ്റി ഇട്ടപ്പം തന്നെ വണ്ടി മൂടിയാണ് പുല്ല് നിന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി പോരുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തായാലും നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്നു. ഇനിയിപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 3 മണി 3:15 ടൈമായി. ഇവിടെ ഒരു കൂടെ കിടക്കും. ആ പുള്ളി ഞാൻ അറിയുന്ന പുള്ളി എന്നാണ് നേരിട്ട് പറയുന്നത്. പുള്ളി ഇവിടെ ഉള്ള കൊല്ലപ്പള്ളി ഉള്ള സത്യം. അതെ സത്യം സത്യം സത്യം. കൊല്ലപ്പള്ളി ഇവിടെ ഉള്ള അറിയാം. മരോ ഈട്ടിയാണ്.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്തായാലും ഇതിന് നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. മതി തലയെടുപ്പൊക്കെ ഉണ്ട്. പേരെന്ന് പറയാമോ? അലൻ ബ്രോ. പങ്കജ്. നിയാസ് ബ്രോയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം. ജിത്തു. അത് ഞാൻ പറയല്ലോ, ഡബ് ചെയ്ത് കയറ്റുമല്ല. അയ്യോ അത് കുഴപ്പമില്ല. പേരെന്ന് പറയാമോ? നിയാസ്. കുട്ടാപ്പി പേരെന്ന് പറയാമോ? റഹ്മാൻ. ഇത് നമ്മുടെ സ്വന്തം നിയാസ് ആണ് കേട്ടോ, നിയാസ് EK. ഇത് അമൽ ബ്രോ.